നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വർക്ക് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്കൊരു ഡാഷ് ക്യാം എങ്ങനെ നമ്മുടെ കാറിൽ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ വളരെയധികം വാഹനങ്ങളാണ് റോഡിൽ ഓരോ ദിവസവും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാലും അപകടം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ വാഹനം ഒന്ന് തട്ടിക്കഴിഞ്ഞാലോ അവിടെ തർക്കമാവുകയും നീയാണ് നോക്കി ഓടിക്കാതിരുന്നത്, ഞാൻ ശരിയായാണ് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് അടിയിലേക്ക് പോകും. ഇത് ഒഴിവാക്കാനായി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ഫോണിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഡ്രോയിഡ് ഡാഷ് ക്യാം വീഡിയോ റെക്കോർഡർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അവർ കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. അതിനുശേഷം നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഇൻ്റർഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നോട്ട് ഒപ്റ്റിമൈസ്ഡ് എന്നാണ് നമുക്കിവിടെ ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓൾ ആപ്സ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓൾ ആപ്സ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ സെർച്ച് ബാറിൽ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. DROID എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കിവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ പെട്ടെന്ന് തന്നെ ലഭിക്കും. അല്ലെങ്കിൽ കുറച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ജസ്റ്റ് നമ്മളിങ്ങനെ ആദ്യമേ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷന്. അതിനുശേഷം നമ്മളിവിടെ ഒപ്റ്റിമൈസ് എന്നുണ്ട്, ഡോണ്ട് ഒപ്റ്റിമൈസും എന്നുണ്ട്. അതിൽ നമ്മൾ ഇതിൽ ഡോണ്ട് ഒപ്റ്റിമൈസ് എന്ന ഭാഗത്തേക്ക് മാറ്റിയിട്ടതിന് ശേഷം ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്കിത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ സെറ്റൊക്കെ ചെയ്ത് വയ്ക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളിത് എന്തായാലും ഈ സെറ്റിങ്സ് ജസ്റ്റ് ഡോണ്ട് ഒപ്റ്റിമൈസിലേക്ക് മാറ്റിയിടണമെന്ന് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്തായി നമുക്ക് വീഡിയോ സെറ്റിങ്സ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ വീഡിയോ റെസൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളുടെ ഫോണിൻ്റെ മെമ്മറി അനുസരിച്ച് അതൊക്കെ ഫോർമാറ്റിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം ഡേ നൈറ്റ് ഓർ ഓട്ടോ മോഡ്. ഇതിൽ നമ്മൾ ഓട്ടോ ഡേ നൈറ്റിലേക്ക് മാറ്റിയിടുക. അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് നൈറ്റും ഡേയും വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചേഞ്ച് ആവുന്നതാണ്. അതിനുശേഷം വീഡിയോ ആൻഡ് ഫോൺ ഓറിയൻറ്റേഷൻ, ക്യാമറ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുക. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെക്കോർഡ് ബട്ടൺ ഇവിടെ ജസ്റ്റ് നമുക്കിവിടെ കാണാൻ ഇങ്ങനെ അമർത്തുമ്പോൾ നമുക്ക് ചോദിക്കും ഏത് ഫോൾഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഇവിടെ ചോദിക്കും. അപ്പോൾ ആ ജസ്റ്റ് ഫോൾഡർ എനേബിൾ ചെയ്ത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റെക്കോർഡ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് കിലോമീറ്ററിൻ്റെ സ്പീഡ് നമുക്കിവിടെ വണ്ടി എത്ര സ്പീഡിൽ പോകുന്നത് അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നതാണ്. പിന്നെ എത്ര സ്പേസ് ഉണ്ടോ, എത്ര ഡൗൺലോഡായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്യാനായിട്ട് ടാപ്പ് ചെയ്ത ആ ബട്ടണിൽ വീണ്ടും ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ പതുക്കെ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ അവിടെ സേവ് ആയി കഴിഞ്ഞു. അതിനുശേഷം പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോൾഡറിലാണോ നേരത്തെ പെർമിഷൻ കൊടുത്തത് അതിലിവിടെ ടെമ്പററി വീഡിയോസ് എന്ന ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ആ വീഡിയോ സേവ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീഡിയോ ജസ്റ്റ് നമുക്ക് എടുത്ത് ആരൊക്കെയാണ് ചോദിക്കുന്നത്, അധികാരികൾ ചോദിക്കുന്നത്, അവർക്ക് എടുത്ത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് അപകടം ഉണ്ടായത്. പിന്നെ അധികം സംസാരിക്കാനൊന്നും കാണണ്ട, തല്ലൊന്നും കൂടാതെ നമുക്ക് കാര്യങ്ങൾ നേരിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും, തെളിവ് സഹിതം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ പോകുന്നവരും ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഒരു ഡാഷ് ക്യാം വയ്ക്കാനായിട്ട് ഉദ്ദേശിച്ച് ഇപ്പോൾ ഇന്ന് വയ്ക്കാം നാളെ വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുന്നു ഓർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.